أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل وسلم وبارك عليه. എൻ്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? യെസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇസ്മിൻ്റെ മറ്റൊരു പ്രത്യേകതയെക്കുറിച്ചാണ്. തസ്ഗീർ ചെയ്യുക, തസ്ഗീറാക്കുക, ചെറുതാക്കുക എന്നൊക്കെ പറയാം. നമ്മൾ പറയുമല്ലോ, കുഞ്ഞിമോനെ, കുഞ്ഞിമോളെ ഒക്കെ വിളിക്കുമല്ലോ ചില ആളുകളെ. മുഹമ്മദ്, കുഞ്ഞു മുഹമ്മദ്, അഹമ്മദ്, കുഞ്ഞഹമ്മദ്, മുഹിയുദ്ദീൻ, കുഞ്ഞു മൊയ്തീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? മലയാളത്തിൽ ചില പേരുകളെ ചെറുതാക്കും. ഇതും ഇസ്മിനുണ്ടാകുന്ന പ്രത്യേകതയാണ്. 3 അക്ഷരമുള്ള ഇസ്മിനെ എങ്ങനെയാണ് അങ്ങനെ ചെറുതാക്കുക? 4 എങ്ങനെയാക്കുക? 5 എങ്ങനെയാക്കുക? അതുപോലെ അവസാനം താ ഉള്ള ഇസ്മിനെ എങ്ങനെയാക്കും? അതായത് അവസാനത്തതിന് മുമ്പുള്ളത് യാ ഉള്ളത് എങ്ങനെയാക്കും? അവസാനത്തിന് മുമ്പുള്ളത് അലിഫ് ഉള്ളത് എങ്ങനെയാക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അനസിനെ നമ്മൾ ഉനൈസ് എന്നാക്കും. കഅബിനെ നമ്മൾ കുഐബ് എന്നാക്കും. ജഅഫർ കണ്ടോ? നിങ്ങൾ ഓരോന്ന് കാണാം നിങ്ങൾക്ക്. ഇപ്പോൾ ഒന്നാമത്തെ ഉദാഹരണത്തിൽ കഅബ് എന്നാണ്, അത് 3 അക്ഷരമുള്ളതാണ്. അതിനെ നമ്മൾ ഫുഐൽ വസനിക്ക് അവസാനത്തതിന് മുമ്പ് നമ്മളൊരു യാ ചേർത്ത് കൊടുത്ത് കുഐബുൻ എന്നാക്കി മാറ്റി. കുഐബുൻ ഇസ്മിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഫിഅലിലും ഹർഫിലും ഒന്നും ഇത് വരില്ല, അതിന് പറയേണ്ടതില്ല. ജഅഫർ എന്നത് 4 അക്ഷരമുള്ള ഒരു പേരാണ്. അത് നിങ്ങൾ നോക്ക്, ജുഐഫിർ, ഫുഐൽ എന്നാക്കി മാറ്റി. അത് 4 അക്ഷരം ഉണ്ടായതുകൊണ്ട് 2 ഐൻ ഫീൽ വന്നു അവിടെ. അതുകൊണ്ടാണ് ഫുഐൽ. അതായത് യാ കൊടുത്തത് എവിടെയാണ്? തസ്ഗീറിൻ്റെ യാ എന്നാണ് അതിന് പേര് പറയുക. ആ യാ കൊടുത്തത് 2 അക്ഷരത്തിന് മുമ്പാണ്. 3ാമത്തെ ഉദാഹരണം നിങ്ങൾ നോക്കൂ, മിഫ്താഹ്, താക്കോല്. അപ്പം അതിനെ നമ്മൾ മുഫൈത്തീഹുൻ എന്നാക്കിയത്. മുഫൈത്തീഹുൻ, ഫുഐലുൻ. ത്വൽഹത്ത്, തുലൈഹത്തുൻ എന്നാക്കി, ഫുഐലത്തുൻ. സഫർജല്, സുഫൈരിജ് എന്നാക്കി. അത് 5 അക്ഷരം ഉണ്ടാകുന്ന ഒരു അക്ഷരത്തെ അവിടെ കളഞ്ഞു, അവസാനത്തെ ലെറ്ററിനെ അതിനെ കളഞ്ഞിട്ട് സുഫൈരിജ്, ഫുഐൽ എന്നാക്കി. മിസ്കീൻ, മുസൈക്കീൻ. ഇങ്ങനെയാണ് ഓരോ കാറ്റഗറിയിലുള്ള ഇസ്മുകളെ നമ്മൾ തസ്ഗീർ ചെയ്യുക എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ ജുമാന? യെസ്. ഇനി നോക്കാം. ബാബു തസ്ഗീരി, തസ്ഗീറിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. വത്തസ്ഗീറു, തസ്ഗീർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐലൻ, അതും മിൻ ഖവാസിൽ ഇസ്മി, ഇസ്മിൻ്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. ഇസ്മിനുണ്ടാകുന്ന പ്രത്യേകതകളിൽ പെട്ടതാണ് തസ്ഗീർ ചെയ്യുക എന്നുള്ളത്. ചെറുതാക്കുക എന്നൊക്കെ അതിൻ്റെ അർത്ഥം. പക്ഷെ ഇത് ചെറുതാക്കുന്നത് ഫലത്തിൽ അതൊരു അക്ഷരം ആഡ് ചെയ്ത് വലുതാകുന്നുണ്ട്, പക്ഷെ അതിൻ്റെ മീനിങ് എന്താകുന്നുണ്ട്? ചെറുതാകുന്നുണ്ട് എന്നർത്ഥം. മുഹമ്മദിനെ നമ്മൾ കുഞ്ഞു മുഹമ്മദ് ആക്കുമ്പോൾ അതിൽ ലെറ്റേഴ്സുകൾ കൂടുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്തത് നോക്ക്. ഫഇദ, അപ്പോൾ ഇദാ സ്വഗർത,
സഗ്ഗർത നീ തസ്ഗീർ ചെയ്താൽ ഇസ്മൻ ഒരു ഇസ്മിനെ നീ തസ്ഗീർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുള്ള ഇസ്മാണ് വകാന അലാ സലാസത്തി അഹ്റുഫിൻ ആ ഇസ്മ 3 അക്ഷരമുള്ളതാവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ 3 അക്ഷരമുള്ള ഒരു ഇസ്മിനെ നീ തസ്ഗീർ ചെയ്യുകയാണെങ്കിൽ ലമംത നീ ലമ്മ് ചെയ്യണം അൽ അവ്വല ഒന്നാമത്തെ അക്ഷരത്തിന് നീ ലമ്മ് ചെയ്യണം. അപ്പൊ കഅബ് നമ്മൾ തസ്ഗീർ ചെയ്യുമ്പോൾ ഒന്നാമത്തെ ലെറ്റർ കാഫാണ്. അവിടെ അതിന് ലമ്മ് കൊടുത്തു, കൂന്നാക്കി. രണ്ടാമത്തെ അക്ഷരത്തിന് നീ ഫത്ഹയും ചെയ്യണം. തീർന്നിട്ടില്ല. വസിത്ത നീ വർദ്ധിപ്പിക്കണം. ബഅദസാനി രണ്ടാമത്തെ അക്ഷരത്തിനു ശേഷം നീ വർദ്ധിപ്പിക്കണം. എന്തിനെ? യാ അത്തസ്ഗീരി തസ്ഗീർ ചെയ്യുമ്പോൾ വരുന്ന യാഇനെ വർദ്ധിപ്പിക്കണം. തീർന്നോ? ഇല്ല. വഅറബ്ത നീ ഇഅ്റാബ് ചെയ്യുകയും വേണം. അൽ ഹർഫൽ അഖീർ അവസാനത്തെ അക്ഷരത്തിന് നീ ഇഅ്റാബ് ചെയ്യുകയും വേണം. ഇസ്മാണല്ലോ, അവസാനത്തെ അക്ഷരത്തിന് ഇഅ്റാബ് ചെയ്യണം. റഫ് ആണെങ്കിൽ റഫ് കൊടുക്കണം, ജർ ആണെങ്കിൽ ജർ കൊടുക്കണം, നസ്ബ് ആണെങ്കിൽ നസ്ബ് കൊടുക്കണം. അപ്പൊ കുഐബ്, കുഐബുൻ, കുഐബൻ, കുഐബിൻ എന്നിങ്ങനെയായി മാറും. കണ്ടോ? ഫഖുൽത അപ്പോൾ നീ പറയും ഫി കഅബിൻ കഅബ് എന്ന 3 അക്ഷരമുള്ള ഇസ്മിൽ നീ പറയും. എന്തു പറയും? കുഐബിൻ എന്ന് പറയും. കുഐബിൻ. ഫി ബക്രിൻ ബക്ർ എന്ന 3 അക്ഷരമുള്ളതിൽ നീ പറയും ബുക്കൈരിൻ. ആദ്യത്തെ ലെറ്ററിന് ലമ്മ കൊടുത്തു, രണ്ടാമത്തെ അക്ഷരത്തിന് ഫത്ഹ കൊടുത്തു, രണ്ടാമത്തെ അക്ഷരത്തിന് ശേഷം ഒരു യാഇനെ വർദ്ധിപ്പിച്ചു, അവസാനത്തത് പിന്നെ ഇഅ്റാബ് ചെയ്തു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പറയും. അപ്പൊ അടുത്ത് നോക്കൂ. 3 അക്ഷരമുള്ളത് കഴിഞ്ഞു കേട്ടോ. 2 അക്ഷരമുള്ള ഇസ്മില്ലല്ലോ, അതുകൊണ്ടാണ് 2 അക്ഷരമുള്ളത് പറയാതിരുന്നത്. വഇൻ കാനൽ ഇസ്മു ഇനി ഇസ്മ ആയാൽ മുഅന്നസൻ മുഅന്നസായാൽ മുഅന്നസായി എന്നാൽ ഫതഹ്ത നീ ഫത്ഹ് ചെയ്യണം. അസ്സാലിസ മൂന്നാമത്തതിന് നീ ഫത്ഹ് ചെയ്യണം. മൂന്നാമത്തതിന് വ അൽഹഖ്ത നീ ചേർക്കുകയും വേണം. ബിഹി അതിനോട് തഇനീസിന്റെ താഇനെ ചേർക്കുകയും വേണം. ആദ്യത്തതിന് ലമ്മും രണ്ടാമത്തതിന് ഫത്ഹയും ചെയ്യണം. പുറമെ എന്ത് ചെയ്യണം? മൂന്നാമത്തെ ലെറ്ററിനെ ഫത്ഹയും അവസാനം നീ അതിനോട് തഇനീസിന്റെ താഇനെ ചേർത്ത് കൊടുക്കുകയും വേണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? എവിടെ? മനസ്സിലായില്ല? ഫൈസ അതാ പറയുന്നു. ഫഖുൽത നീ പറയും. ഫി ത്വൽഹത്ത് 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 എന്നുള്ളത് മുഅന്നസാണ്. താ ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മൂന്നാമത്തെ ലെറ്ററിന് ഫത്ഹ് കൊടുക്കണം. കേട്ടോ, മൂന്നാമത്തെ ലെറ്റർ ഏതാ? ഹ ആണ്. അതിന് ഫത്ഹ് കൊടുത്തില്ലേ? നോക്ക് നിങ്ങൾ. തുലൈഹത്ത് തുലൈഹത്തുൻ എന്ന പറഞ്ഞു. മൂന്നാമത്തെ ലെറ്ററിന് ഫത്ഹ് കൊടുത്തു. ഒരു തഇനീസിന്റെ താഇനെ അവസാനത്തിൽ ചേർക്കുകയും ചെയ്തു. അപ്പൊ ത്വൽഹത്ത് തുലൈഹത്ത്. ഫി ഹംസത ഹംസ എന്ന പേരിൽ ഹുമൈസത്ത് ഹുമൈസത്ത് എന്ന് പറയും. ക്ലിയർ ആണോ ഫൈസ? മറ്റേത് പിന്നെ ആദ്യത്തേതിന് ലമ്മ് കൊടുക്കണം, രണ്ടാമത്തേതിന് ഫത്ഹ കൊടുക്കണം എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ അത് ആവർത്തിച്ചില്ല. അതെന്തായാലും വേണം. പുറമേ മുഅന്നസ് ആയതുകൊണ്ട് മൂന്നാമത്തെ ലെറ്ററിന് ഫത്ഹ കൊടുക്കുകയും വേണം. ഓക്കെ അല്ലേ കാശിഫ?
യെസ്, 3 അക്ഷരമുള്ളത് കഴിഞ്ഞു. 4 അക്ഷരങ്ങൾ നോക്കുക. ഇൻ കാനലിസ്മു, ഇനി ഇസ്മു ആയാൽ, അലാ അർബഅത്തി അഹ്റുഫിൻ, 4 അക്ഷരത്തിൻ്റെ മേലായാൽ, 4 അക്ഷരമുള്ളതായാൽ ആണ്. 4 അക്ഷരമായെങ്കിൽ എന്ത് ചെയ്യണം? കസർത്ത സാലിസ, 3ാമത്തെ അക്ഷരത്തിന് നീ കസ്ർ ചെയ്യണം. ഇവിടെ ഇനീസ് ആയതുകൊണ്ട് ഫത്ത് ചെയ്യണം എന്നാ പറഞ്ഞേ. മറ്റേത് ആദ്യത്തതിന് ഫത്തും രണ്ടാമത്തേന് ഫത്തും ചെയ്തതിന് പുറമെ 3ാമത്തെ അക്ഷരത്തിന് ഇവിടെ ഈ 4 അക്ഷരമാണെങ്കിൽ എന്ത് ചെയ്യണം? കസ്ർ ചെയ്യണം. എങ്ങനെയുള്ള 3ാമത്തെ അക്ഷരം? അൽ വാഖിഅ ബഅദ യാഇ തസ്ഗീരി, തസ്ഗീറിൻ്റെ യാഇനു ശേഷം സംഭവിക്കുന്നതായ, തസ്ഗീറിൻ്റെ യാ അവിടെ ഉണ്ടാവല്ലോ, ചിലപ്പോൾ അത് എണ്ണ സമയത്ത് തസ്ഗീറിൻ്റെ യാ ആണ് 3ാമത്തെ അക്ഷരമായിട്ട് വരിക. പക്ഷെ അതല്ല, അത് കിട്ടൂല. അതിന് ശേഷം സംഭവിക്കുന്നതായ 3ാമത്തെ അക്ഷരം. അപ്പം അത് ഫലത്തിൽ 4ാമത്തെ അക്ഷരമായിരിക്കും ഇത്, യായിനെ കൂട്ടുമ്പോൾ. അപ്പോൾ തസ്ഗീറിൻ്റെ യാഇനു ശേഷം സംഭവിക്കുന്ന 3ാമത്തെ അക്ഷരത്തിന് നീ കസ്ര ചെയ്തോ. ഫഖുൽത, എന്നിട്ട് നീ പറഞ്ഞോ. ഫി ജഅഫരിൻ, ജഅഫർ എന്നുള്ളതിൽ നീ പറഞ്ഞോ. ജുഐഫിരിൻ, ജുഐഫിരിൻ എന്ന് പറഞ്ഞു. അല്ല, അവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ആദ്യത്തിന് ലംബ കൊടുത്തു ജീമിന്, രണ്ടാമത്തെ ഐനിക്ക് ഫത്ഹ കൊടുത്തു. 3ാമത്തെ അക്ഷരം തസ്ഗീറിൻ്റെ യാഇന് ശേഷം സംഭവിക്കുന്നതായ 3ാമത്തെ അക്ഷരം ഫാഇനിക്ക് കസ്ര കൊടുത്തു, ജുഐഫിരിൻ എന്നാക്കി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? വഫി ജുൽജുലിൻ, ജുൽജുൽ എന്താ പറയാ? ജുലൈജിലിൻ എന്ന് പറയും, ജുലൈജിലിൻ. വഫി ഖിർനിഖിൻ, ഖുറൈനിഖിൻ എന്ന് പറയും, ഖിർനിഖ് ഖുറൈനിഖിൻ എന്ന് പറയും. അവിടെയൊക്കെ നോക്ക് നിങ്ങൾ, ഫസ്റ്റത്തെ അക്ഷരത്തിന് ലമ്മ കൊടുത്തു, ദെൻ ഫത്ഹ കൊടുത്തു, 3ാമത്തെ അക്ഷരത്തിന് കസ്റയും കൊടുത്തു. ഒരു മിനിറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പിന്നെ സംശയം ഉണ്ടോ? എന്തൊന്നും പറയാത്ത പൈസ? ദെൻ അപ്പോൾ 3ഉം കഴിഞ്ഞു, 4ഉം കഴിഞ്ഞു. ഇനി 5 അക്ഷരം. വത്തഖൂലു ഫിൽ ഖുമാസിയ്യി, ഖുമാസിയ്യി എന്ന് പറഞ്ഞാൽ 5 അക്ഷരമുള്ള ഇസ്മിൽ, 5 അക്ഷരമുള്ള ഇസ്മിൽ നീ പറയും. എന്ത് പറയും? സഫർജലുൻ, സബർജലി എന്ന് കേട്ടില്ല നിങ്ങൾ? സബർജലി, സഫർജലുൻ. സുഫൈരിജുൻ എന്നാണ് പറയാം. അവസാനത്തെ ലാമ് കളഞ്ഞു, അവസാനത്തെ അക്ഷരം കളഞ്ഞു, അവസാനത്തെ അക്ഷരമാകുന്ന ലാമിനെ ഇവിടെ കളഞ്ഞു. ഫതഹദിഫു, നീ കളഞ്ഞു, അൽ ആഖിറ, അവസാനത്തതിനെ, മിൻഹു, അതിൽ നിന്ന്. ഏതുപോലെ തന്നെ? കമാ തഹദിഫു, നീ കളയുന്നത് പോലെ തന്നെ. മിനൽ ജംഇ, ജംഇൽ നിന്ന് നീ കളയുന്നത് പോലെ തന്നെ. ജംഇൻ്റെ അവസരത്തിലും 5 അക്ഷരമുള്ളതിൽ നിന്നും അവസാനത്തെ അക്ഷരത്തെ എന്ത് ചെയ്യും? കളയും. അതുപോലെ ഇവിടെയും കളഞ്ഞു. ഇതുപോലെ സഫാരിജ്, സഫർജലിൻ്റെ ജംഇ സഫാരിജ് എന്ന് പറയാം, സഫാരിജ്. അപ്പം അങ്ങനെ വന്നപ്പോൾ അവിടെ കളഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെയും കളഞ്ഞു. ഓക്കെ അല്ലേ? ഇനി നോക്കണേ. അപ്പോൾ 5 അക്ഷരം ഉള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. 5 അക്ഷരം എല്ലാം പെർഫെക്റ്റായ അക്ഷരങ്ങളാണ്. സീന്, ഫ, റാ, ജീം, ലാം. ഇനി ഇൻ കാന റാബിഉഹു, 5 അക്ഷരമുള്ളതിൻ്റെ 4ാമത്തെ അക്ഷരമായാൽ, അലിഫൻ, എന്തായാൽ? അലിഫായാൽ, അക്ഷരം എന്തായി? അലിഫായി. ഔ വാവൻ, അല്ലെങ്കിൽ വാവായി, അലിഫോ വാവോ ആയി. എന്നാൽ ഖലബ്ത,
നീ മറിക്കണം. ഹുമാ ആ അലിഫിനെയും വാവിനെയും മറിക്കണം. യാ അൻ യാ ആയിട്ട് മറിക്കണം. അപ്പം 5 അക്ഷരമുള്ള ഒരു ഇസ്മാണ്. അതിൻ്റെ നാലാമത്തെ ലെറ്റർ അലിഫോ വാവോ ആണ്. അലിഫോ വാവോ അല്ലെങ്കിൽ ഉള്ളത് ഇപ്പോൾ പറഞ്ഞു നമ്മൾ. ഇനി യാ ഉള്ളതിനെ കുറിച്ച് ശേഷം പറയും. അലിഫോ വാവോ ആണെങ്കിൽ ആ അലിഫിനെയും വാവിനെയും യാ ആക്കി മറിക്കണം. ലിങ്കിസാരി മാ ഖബലഹുമ. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അത് രണ്ടെണ്ണത്തിൻ്റെ മുമ്പുള്ളതിന് കെസറായതിനു വേണ്ടി. കാരണം നമ്മൾ യാ കൊടുത്തിട്ട് വരുന്നതിന് ശേഷം കെസറാണല്ലോ ചെയ്യുക. അപ്പം അതിനോട് യോജിച്ചത് അലിഫു അല്ല വാവു അല്ല, യാ ആണ്. അപ്പോൾ പിന്നെ അതിൻ്റെ മുമ്പുള്ളത് കെസറായതിന് വേണ്ടി എന്ത് ചെയ്യണം? അതിൻ്റെ അലിഫിനെയും വാവിനെയും ഒക്കെ യാ ആക്കി മറിക്കണം. ഉദാഹരണം നോക്കി നിങ്ങൾ. തഖൂലു നീ പറയും. ഫി മിഫ്താഹുൻ. മിഫ്താഹ് എന്നുള്ളതിൽ പറയും. ഇവിടെ നോക്ക്. മിഫ്താഹ് മീ ഒന്നാമത്തെ അക്ഷരം മീമ്, 2 ഫ, 3 ത, നാലാമത്തെ അക്ഷരം അലിഫാണ്. കണ്ടോ? അപ്പോൾ നമ്മളതിൽ ഈ അവസാനത്തതിന് മുമ്പുള്ളത് നാലാമത്തത് അലിഫായപ്പോൾ ആ അലിഫിനെ നമ്മൾ മറിച്ചു മുഫൈതീഹുൻ എന്നാക്കി. മുഫൈതീഹുൻ അലിഫിനെ മാറ്റി എന്ത് ചെയ്തു? നമ്മൾ അവിടെ ആക്കി മറിച്ചു. ഫി ജുർമൂഖിൻ. ജുർമൂഖ് അവിടെയും അവസാനത്തതിന് മുമ്പുള്ളത്, അതായത് നാലാമത്തെ അക്ഷരം വാവാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു? ജുറൈമീഖുൻ. ജുറൈമീഖുൻ എന്ന് പറഞ്ഞു. വഇൻ കാന റാബി. അപ്പോൾ ഇവിടെ ചോദ്യം, യാ ആണെങ്കിലോ? അലിഫും വാവും ആണെങ്കിൽ യാ ആക്കി മറിക്കണം. മറ്റേതാണെങ്കിൽ നമ്മൾ അവസാനത്തെ കളയുന്നതാണ്. അലിഫും വാവും അല്ലാത്ത സ്വഹീഹായ ലെറ്റർ ആണെങ്കിൽ അവസാനത്തെ അക്ഷരം കളയുന്നതാണ്. ഈ യാ ആണെങ്കിലോ? നാലാമത്തത് യാ ആണെങ്കിൽ അബ്ഖൈത നീ ബാക്കിയാക്കണം. അലൈഹ ആ യാ ഇൻ്റെ മേൽ തന്നെ ബാക്കിയാക്കണം. കാരണം എന്താ? അതങ്ങനെ തന്നെ, അതിന് മറിക്കൊന്നും വേണ്ട. ലി മുനാസബതിഹ ആ യാ യോജിച്ചതിന് വേണ്ടി. അൽ കസ്റത്തല്ലത്തി ഖബലഹ അതിന് മുമ്പുള്ളതായ കസ്റത്തിനോട് അത് യോജിപ്പുണ്ട്. കസ്റത്തിനോട് യോജിച്ച് തന്നെയാണല്ലോ യാ, പിന്നെ മാറ്റേണ്ടതില്ല. തഖൂലു നീ പറയും. ഫി മിസ്കീൻ. മിസ്കീൻ എന്നുള്ളതിൽ നീ പറയും മുസൈക്കീൻ. അവിടെ മാറ്റിയില്ല, നാലാമത്തെ ലെറ്റർ യാ ആയിരുന്നു. മുസൈക്കീൻ എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി ചെറിയൊരു ഫസ്ല്. വതഖൂലു ഫി തസ്ഗീരി ദാ. ദാ എന്നതിൻ്റെ തസ്ഗീറിൽ നീ പറയും. ദാ എന്നുള്ളതിനെ തസ്ഗീറാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തസ്ഗീറിൽ നീ പറയും ദയ്യ എന്ന് പറയും. ദാ എന്നുള്ളത് ഒരു ഇഷാറത്തിൻ്റെ ഇസ്മാണ്, ഇസ്മ തന്നെയാണല്ലോ. അത് ഇത് എന്നൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ആ സമയത്ത് ദയ്യ, അവിടെ ഫത്ത്ഹൊന്നും ആക്കൂല, ലമ്മൊന്നും ആക്കൂല. ബി ഫത്ത്ഹി ദാലി, ദാലിന് ഫത്ത് കൊണ്ട് ദയ്യ എന്നാണ് പറയാം. ഈ ത എന്നതിൽ നീ പറയും തയ്യ. തയ്യ എന്ന് പറയും. അവിടെയും ഫത്ത് കൊണ്ട് എന്തല്ല, ലമ്മൊന്നും ആക്കൂല. നമ്മളിപ്പോൾ 3 അക്ഷരമുള്ളതിനെ കുറിച്ചാണ് ആദ്യത്തേതിന് ഫത്ഹ, ആദ്യത്തേന് ലമ്മ, രണ്ടാമത്തേന് ഫത്ഹ എന്നുള്ള രൂപത്തിൽ സംസാരിച്ചത്, പറഞ്ഞത്. ഫില്ലതി അല്ലതി എന്നുള്ളതിൽ അല്ലത, ഇതൊക്കെ ഇസ്മ തന്നെയാണല്ലോ. പറയപ്പെട്ട ഇഷാറത്തിൻ്റെ ഇസ്മാണെങ്കിലും മൗസൂലൊക്കെ ഇസ്മ തന്നെയാണ്. വഫില്ലത്തി അല്ലത്തി എന്നുള്ളതിൽ അല്ല തയ്യ എന്ന് പറയും. അല്ല തയ്യ.
ഇത് ഒരു ഇസ്മിൻ്റെ കൂട്ടത്തിൽ പെടുന്നത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. മേലെ പറഞ്ഞതൊക്കെ നമ്മൾ അലമ് പേര് എന്നുള്ള ഇസ്മുകളെ കുറിച്ചാണ്, പേരായ ഇസ്മുകളെ കുറിച്ചാണ്. ഇത് ഇഷാറത്തിൻ്റെ സൂചിപ്പിക്കുന്ന ഇസ്മുകൾ അല്ലെങ്കിൽ മൗസൂലയായ ഇസ്മുകളെക്കുറിച്ചും അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ് പറയാം. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. റ എന്നതിൻ്റെ തസ്ഗീറിൽ ദയ്യ എന്നും ത എന്നതിൻ്റെ തസ്ഗീറിൽ തയ്യ എന്നും അല്ലതി എന്നുള്ളതിൻ്റെ അല്ല തയ്യ എന്നും അല്ലത്തി എന്നുള്ളതിൻ്റെ അല്ല തയ്യ എന്നുമാണ് പറയുക. ക്ലിയർ ആണോ? ഫൈസ ആരപ്പോൾ വന്നേ? പോനായ അബി നിത ഇതെന്താ വൈകിപ്പോയി? നല്ല ഇടിയും മഴയായിരുന്നു. എവിടെ? മലപ്പുറത്ത് അല്ലേ? ഓക്കെ, ഇത് മുമ്പത്ത് നോക്കണേ, കേൾക്കണേ. ഇനി നോക്കണേ. ഇപ്പൊ നമ്മൾ നിയമമാണ് പറഞ്ഞത്. 3 അക്ഷരമുള്ളതിനെ, 4 അക്ഷരമുള്ളതിനെ, 5 അക്ഷരമുള്ളതിനെ, 5 അക്ഷരമുള്ളതിൽ 4ാമത് അലിഫ് വാവ് യാ വരുന്നതിനെ, അതല്ലാത്തത് വരുന്നതിനൊക്കെയുള്ള നിയമാനുസൃതമായ ഒരു വിഷയമാണ് പറഞ്ഞത്. ഇനി ഒറ്റപ്പെട്ടു വരുന്ന ചില പ്രയോഗങ്ങളുണ്ട്, അതും കൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാം. വഖദ് ശദ്ദ ഒറ്റയായിരിക്കുന്നു, ഒറ്റപ്പെട്ടിരിക്കുന്നു. അനിൽ ഖിയാസി ഖിയാസിനെ തൊട്ട് ഒറ്റപ്പെട്ടിരിക്കുന്നു. കാരണം ഖിയാസ് എന്ന് പറഞ്ഞാൽ വരേണ്ട നിയമത്തിലേക്ക്, നിയമത്തിനോടനുസരിച്ച് വരേണ്ടതിനെ തൊട്ട് ഒറ്റപ്പെട്ടു. അപ്പം നിയമാനുസൃതമല്ല, ഒറ്റപ്പെട്ട അഭിപ്രായമായി വന്നിരിക്കുന്നു. ഒറ്റപ്പെട്ടിരിക്കുന്നു? ഖൗലുഹും അറബികളുടെ വാക്ക് അശിയത്തിൻ. അശിയത്ത് എന്നത് ഒരു ഇസ്മാണ്. അതവർ ഉശൈശിയത്തുൻ എന്ന് പറയും. ഉശൈശിയത്തുൻ ശരിക്കും അവിടെ വരേണ്ടത് ഉശയ്യത്ത്. നമ്മുടെ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ? ഉശയ്യത്ത് എന്നാണ് വരിക. ഉശയ്യത്ത്. വഫി മഗ്രിബിൻ. മഗ്രിബിൻ എന്നുള്ളതിലും അവരുടെ വാക്ക് ഷാദായിരിക്കുന്നു, ഒറ്റപ്പെട്ടിരിക്കുന്നു. മുഗൈരിബാൻ ശരിക്കും അവിടെ മഗ്രിബ് എന്നുള്ളത് മുഗൈരിബിൻ എന്നാ വരേണ്ടത്. കണ്ടോ? ഇവിടെ കണ്ടോ? മഗ്രിബ് മുഗൈരിബ്. 4 അക്ഷരമുള്ളതിന് നമ്മൾ പറഞ്ഞല്ലോ. ആദ്യത്തേന് ലൊമ്പ്, രണ്ടാമത്തേന് ഫത്ഹ്, യാന് ശേഷമുള്ള അക്ഷരത്തിന് കസ്ർ, മുഗൈരിബിൻ എന്നാണ്. പക്ഷെ ഇവർ മുഗൈരിബാൻ എന്ന് പറയും. ഇൻസാൻ. ഇൻസാൻ എന്നതിൽ ഉനൈസാൻ എന്ന് പറയും. ശരിക്കും ഇൻസാൻ എന്നുള്ളതിൽ 1, 2, 3, 4, 5 അക്ഷരമുണ്ട്. 4ാമത്തെ അലിഫാണ്. അപ്പോൾ അവിടെ വരേണ്ടത് ഉനൈസീൻ എന്നാണ് വരേണ്ടത്. നമ്മൾ പറഞ്ഞ അങ്ങനല്ലേ, മുസൈക്കീൻ അങ്ങനല്ലേ വരേണ്ടത്. അതുപോലെ മിഫ്താഹ്, മുഫൈത്തീഹുൻ അങ്ങനല്ലേ പറഞ്ഞു. പക്ഷെ ഇവരെന്ത് പറയും? ഉനൈസാൻ എന്ന് പറയും. ഉനൈസാൻ. ഫി അസീലിൻ. അസീലിൻ എന്ന് പറയില്ല, അവർ പറയും ഉസൈലാൻ. ഉസൈലാൽ ബില്ലാമി വന്നൂനി. ലാമു കൊണ്ടും നൂന് കൊണ്ടും ഉസൈലാൽ, ഉസൈലാൻ എന്ന് രണ്ടും പറയും. അവർ ഉപയോഗമുണ്ട്. പക്ഷെ അവിടെ എന്താ പറയേണ്ടത്? ഉസയ്യിലിൻ എന്നാണ് പറയേണ്ടത്. ഉസയ്യിലിൻ. അതായത് ഉസൈല എന്നുള്ളതിൽ 1, 2, 3, 4 അല്ല, എത്ര അക്ഷരമുണ്ട്? 1, 2 അല്ല, അസീൽ എന്നുള്ളതിൽ 1, 2, 3, 4 അക്ഷരമുണ്ട് അല്ലേ, അസീൽ എന്നുള്ളതിൽ. അപ്പോൾ അവിടെ ഉസയ്യിലിൻ എന്നല്ലേ വരിക. ജഅഫർ, ജുഐഫിർ എന്നല്ലേ നമ്മൾ പറഞ്ഞു. 4 അക്ഷരമുള്ളതിൽ ഉസയ്യിലിൻ. പക്ഷെ ഇവരെന്ത് പറയും? ഉസൈലാൻ, ഉസൈലാൽ എന്ന 2 രൂപത്തിലും അവർ പറയാറുണ്ട്. അത് ഒറ്റപ്പെട്ടതാണ്. ശരിക്കും ഖിയാസ് അനുസരിച്ചുണ്ട്. വഖാനൽ ഖിയാസു, നിയമമനുസരിച്ച് നിയമാനുസൃതമായത് എങ്ങനെയാണ്? അല മുഗൈരിബിൻ. മുഗൈരിബിൻ എന്നുള്ളതാണ്. ഉഷയ്യത്തിൻ, ഉഷയ്യത്ത് എന്നുള്ളതാണ്. ഉസയ്യിലിൻ, ഉസയ്യിൽ എന്നുള്ളതാണ്. ഉനൈസീൻ, ഉനൈസീൻ എന്നുള്ളതും ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പറയും. ഓക്കെ, ചുരുക്കി ഒന്നുകൂടി പറയാം.
നമ്മൾ ഇസ്മിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇപ്പോൾ പറഞ്ഞത്, ഇസ്മിനെ ചെറുതാക്കുക എന്നുള്ളത്. ഇസ്മിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് ചെറുതാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ മൂന്നക്ഷരമുള്ള ഇസ്മിനെ ചെറുതാക്കുന്നത് ഇങ്ങനെയാണ്. ഫുഐലുൻ വസ്നിക്കാണ്. കഅബ് കുഐബുൻ, അനസ് ഉനൈസുൻ, ബക്കർ ബുക്കൈറുൻ, അംർ ഉമൈറുൻ. അങ്ങനെ മൂന്നെണ്ണം. നാലക്ഷരമുള്ളത് ഉണ്ട് ജഅഫർ, അത് ഫുഐൽ വസ്നി. ജുഐഫിറുൻ, ജുഐഫിറുൻ അതാ. അഞ്ചക്ഷരമുള്ളതിൽ അവസാനത്തത് നാലാമത്തത് അലിഫുള്ളത് മുഫൈത്തീഹ്. നാലക്ഷരമുള്ളതിൽ, നാലക്ഷരം മീൻസ് മൂന്നക്ഷരം ഉള്ളൂ, അതിൽ തൈനീസിലെ താഴുണ്ട്. അപ്പോൾ തൽഹത്ത്, ത്വൽഹത്ത്, തുലൈഹത്ത്, സഹിലത്ത്, സുഹൈലത്ത്, ഹംസത്ത്, ഹുമൈസത്ത്, സഫർജൽ. അഞ്ചക്ഷരമുള്ളത്, അലിഫൊന്നുമില്ല, നാലാമത്തതൊന്നും അലിഫല്ല. അപ്പോൾ സുഫൈരിജ്, അവസാനത്തെ ലാമ് കളഞ്ഞു. മിസ്കീൻ യാ ആണ് നാലാമത്തത്, അഞ്ചക്ഷരമുള്ളതാണ് മുസൈക്കീൻ. ഇങ്ങനെയാണ് ഇസ്മുകളുടെ തസ്ഗീറാക്കുന്ന എന്താ പറയുക നിയമാനുസൃതമായ രൂപം. ഈ നിയമാനുസൃതമായ രൂപത്തിന് തൊട്ട് തെറ്റി അറബികൾ ചില ഉപയോഗങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്നാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കണേ. ഈ സംഗതി ഈ പാരഗ്രാഫിൽ ഉണ്ടോയെന്ന് നോക്കുന്നു കേട്ടോ. ഈ പാരഗ്രാഫിൽ ഈ ഗണ്ണികയിൽ തസ്ഗീറാക്കിയ ഇസ്മുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് ഇസ്മിനെയാണ് തസ്ഗീറാക്കിയത് എന്നും കൂടി പറയണം. പറയും. നഖ്തഉ ബുറൈകതൻ ഫനന്തദിറുൽ ഹാഫിലത ലിൽ മദ്രസതി തഹ്ത ശുജൈറത്തിൻ അലൈഹാ ബുലൈബിലാത്തുൻ തുഗന്നി ثم نمشي على الأقدام قرب حقيل يحرث الفلاح فيه بمحيراث. പറയും. ബുറൈക്കത്ത് അത് എന്തിൻ്റെയാണ്? എന്തിൻ്റെ ആയിരിക്കും? എത്ര അക്ഷരമുള്ളതിൻ്റെ ആണത്? നാലക്ഷരമുള്ളത്. നാലക്ഷരമുള്ളത് നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. നോക്കി മേലെ നോക്കും. നാലക്ഷരമുള്ളതാണെങ്കിൽ മൂന്നക്ഷരം, അതിൽ എന്തുണ്ട്? മുഅന്നസിന്റെ താഴുണ്ട്. ഓക്കെ, ഏതുപോലെ തന്നെ ത്വൽഹത്ത്, തുലൈഹത്ത്. അപ്പോൾ ബിർക്കത്ത് എന്ന പേര് കേട്ടത്. ബിർക്കത്ത്, ബുറൈക്കത്ത്. ബിർക്കത്ത് എന്ന് പറഞ്ഞാൽ തോട്, ബുറൈക്കത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ തോട്. അപ്പം നഖ്തഉ ഞങ്ങൾ മുറിച്ചു കടന്നു, ചെറിയ തോടിനെ ഞങ്ങൾ മുറിച്ചു കടന്നു. മനസ്സിലായില്ലേ? ബിർക്കത്ത്, ബുറൈക്കത്ത്. കാശിഫ, ജുമാന, അപ്പോൾ നാലക്ഷരം ശരിയാണ്. നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ നാലക്ഷരം ഉണ്ട്. പക്ഷെ ആ നാലക്ഷരം എന്നുള്ളത് നമ്മൾ അങ്ങനെ പെടുത്തരുത്. അത് മൂന്നക്ഷരമുള്ളത് തന്നെയാണ്. പക്ഷെ തൈനീസിൻ്റെ താഴ് വന്നു എന്നേ ഉള്ളൂ. അത് സായിദയാണല്ലോ, അസ്ലിയായ നാലക്ഷരമല്ലല്ലോ. ജഅഫർ എന്ന് പറഞ്ഞ പോലെ അസ്ലിയായ നാലക്ഷരമല്ല. പിന്നെ ഫനന്തളിറു ഞങ്ങൾ പ്രതീക്ഷിച്ചു നിൽക്കുന്നു അൽ ഹാഫിലത്ത ബസ്സിനെ,
അല്ലെങ്കിൽ മദ്രസ സ്കൂൾ ബസ് കാത്തു നിൽക്കുന്നു. തഹ്ത ഷുജൈറത്തിൻ, ഒരു ചെറിയ മരത്തിന് താഴെ. അതെന്താ വരിക? കാശിഫ, ഷുജൈർ. ആ, ഷജറത്ത്. ഷജറത്ത് ഷുജൈറത്ത്. ഷജറത്ത് ഷുജൈറത്ത്. അലൈഹ ബുലൈബിലാത്തുൻ. ബുലൈബിലാത്തുൻ അതെന്താ വരിക? എന്തായിരിക്കും വരിക? ബുൽബുൽ എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ? ബുൽബുൽ പക്ഷികൾ, അതിൻ്റെതാണ് ബുലൈബിലുൻ എന്ന് വരിക. ബുൽബുൽ 4 അക്ഷരം ഉണ്ടല്ലോ, ബുൽബുൽ, ജാഫർ പോലെ. അപ്പോൾ ബുലൈബിലുൻ. പക്ഷെ അതെന്തുണ്ട്, കുറേ എണ്ണം ഉണ്ടായതുകൊണ്ട് ബുലൈബിലാത്തുൻ. ബുലൈബിലുൻ, ബുലൈബിലാത്തുൻ. മനസ്സിലായ? പെണ്ണുങ്ങളാണ് പക്ഷികൾ. ബുലൈബിലാത്തുൻ. ബുലൈബിലുൻ എന്ന് പറഞ്ഞാൽ ഒരു ബുൽബുൽ പക്ഷിയാണ്, ഒരു കുഞ്ഞു ബുൽബുൽ പക്ഷി. അതിൻ്റെ ബഹുവചനമാണ് ബുലൈബിലാത്തുൻ. തുഗന്നി, പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന ബുൽബുൽ പക്ഷികൾ ആ മരത്തിന് മുകളിലുണ്ട്. അങ്ങനെയുള്ളൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ ബസ് കാത്തുന്നു. സുമ്മ നംഷി അലൽ അഖ്ദാം ഖുർബ ഹുഖൈലിൻ. അതെന്താ? അതുണ്ടാ? അതിലുണ്ടോ? അതിലുണ്ടോ? എന്തിൻ്റെയാണത്? എന്തിൻ്റെ എത്ര അക്ഷരമുള്ള അതിൻ്റെ ആയിരിക്കും? ഹുഖൈലിൻ. മുകളിൽ നോക്കിയിട്ട് പറ. യെസ്, ഹക്കില്, പാടം. യഹ്റുസുൽ ഫല്ലാഹു ഫീഹി ബി മുഹൈറാസിൻ, കലപ്പ. മിഹ്റാസ് എന്നുള്ളതിൻ്റെ മുഹൈറാസ് കേട്ടോ. ഈ ഉഴുതുമറിക്കണ സാധനം ഉണ്ടല്ലോ, കലപ്പ. അപ്പോൾ അതിനെ തസ്ഗീറാക്കിയത്. പക്ഷെ അത് മുഹൈരീസ് എന്നാണ് വരേണ്ടത്, മുസൈക്കി എന്ന് പറഞ്ഞ പോലെ. പക്ഷെ അവിടെ എന്ത് ചെയ്തു, അതിൻ്റെ ഖിയാസിനെ തെറ്റിയിട്ട് മുഹൈറാസ് എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അവിടെ ജുമാന, നമ്മളിവിടെ മിസ്കി എന്നുള്ളത് എങ്ങനെയാണ് പറഞ്ഞ്? മുസൈക്കി എന്നാണ്. അപ്പോൾ ഇവിടെയും വേണ്ടത് മുഹൈരീസ് എന്നാണ് വരേണ്ടത്. പക്ഷെ അത് നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ ഖിയാസിനെ തെറ്റിച്ചിട്ട് പറയലുണ്ട്, അങ്ങനെ തെറ്റിച്ച് പറഞ്ഞു. കാന കൽബുൻ യജ്രി അല കുനൈത്തിറത്തിൻ ഫൗക ഡാഷ് ബിഅളമിൻ ഫി ഫറഅ ഡാഷ് ഫിൽ മാ ഫനബഹ ഫസഖത്തൽ അൽമു ഇലാ ഡാഷ് ഫസഅദഹു വനസഹഹു അലാ തർക്കിൽ അജല. പണ്ടൊരു കഥ പറയാറുണ്ടായിരുന്നു. എന്താന്ന് പറയാൻ പറ്റുമോ? ഇപ്പം ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ ഒരു കഥയാണ്, പണ്ട് മുതലേ പറഞ്ഞു വരുന്നൊരു കഥയാണ്. പറയാൻ പറ്റുമോ? എന്തിനെ കുറിച്ച് അത് പറയുന്നത്? ഇന്നത്തെ കഥാപാത്രം ആരാണ്? പിന്നെ പിന്നെ അതെ, ഒരു നായ വായിൽ ഒരു എല്ല് അപ്പോൾ വെച്ച് പോയിരുന്നു. ഒരു പാലത്തിൻ്റെ മുകളിലൂടെ പോകുന്ന സമയത്ത് അടിയിൽ വെള്ളം ഉണ്ടല്ലോ, വെള്ളത്തിൽ നോക്കിയപ്പോൾ ഒരു നിഴൽ കണ്ടു. അപ്പോൾ ഇതെന്ത് ചെയ്തു? കുരച്ചു.
അപ്പോൾ ആ എല്ലാം ചാടി. അപ്പോൾ ഒരു പക്ഷി എന്ത് ചെയ്തു? ധൃതി കാണിക്കരുത് എന്ന് ഉപദേശിച്ചു. ആ ഒരു കഥ കേട്ടിട്ടില്ലേ? എടുത്തു ചാടരുത്, അല്ല അജലത്തു ശൈത്താൻ എന്നാണ് ഉണ്ടാവുക. എല്ലാ കാര്യവും പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്യുക, ശൈത്താൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുക. ധൃതി കാണിക്കരുത് എന്ന് ഉപദേശിച്ചു. അപ്പോൾ നോക്ക്, കാന കൽബുൻ ഒരു നായയായിരുന്നു, യജരി നടക്കുകയായിരുന്നു, അല പുനൈത്തുറത്തിൻ ഒരു പാലത്തിൻ്റെ മുകളിലൂടെ, ഫൗക്ക ഡാഷ്. ഇവിടെ എന്താ വരിക? ഫമ് എന്നാണോ, വായ, വെള്ളം എന്നാണോ, കൽബ് എന്നാണോ, സുരൈസീർ എന്നാണോ, ഏതാ വരിക? പാലം എവിടെ ഉണ്ടാകുക? അപ്പോൾ ഫൗക്കൽമ ഈ വെള്ളത്തിന് മുകളിലൂടെയുള്ള ഒരു പാലത്തിലൂടെ നടക്കുകയായിരുന്നു. ബി അലുമിൻ ഒരു എല്ലോടുകൂടെ, ഫി ഡാഷ് എവിടെ എല്ലുള്ളത്? ഫമിഹി ആ നായയുടെ വായിൽ എന്തുണ്ട്? അപ്പോൾ ഫറ ആ നായ കണ്ടു, ഡാഷ് ഫിൽമ വെള്ളത്തിൽ. എന്തിനെ കണ്ടു? എന്തിനെ കണ്ടു? കുലൈബൻ ചെറിയൊരു നായനെ കണ്ടു. അപ്പോൾ കുലൈബൻ ഫിൽമായി ഫനബഹ അപ്പോൾ അത് കുരച്ചു. ഫസഖത്തൽ അലുമു എന്ത് ചെയ്തു? എല്ല് വീണു. ഇല ഡാഷ് എവിടേക്ക് വീണു? ഇല ഏതാ വരിക? ചെറിയ അരുവിയിലേക്ക് ചെറിയ വെള്ളത്തിലേക്ക് അരുവിയിലേക്ക് വീണു. അപ്പോൾ തുറൈഅത്തിൻ തിർഅത്ത് തുറൈഅത്ത് അവിടെ വീണു. ഫസാഅദഹു അവനെ സഹായിച്ചു. ആര് സഹായിച്ചു? ചെറിയ സുരൈസീറുൻ ചെറിയൊരു പക്ഷി സഹായിച്ചു. വനസ്ഹഹു അവനെ ഉപദേശിച്ചു. അലാ തർക്കിൽ അജല ധൃതി ഉപേക്ഷിക്കണം, എന്തെങ്കിലും ഉണ്ട് കാണുമ്പോഴേക്കും എടുത്തു ചാടി അപകടത്തിൽപ്പെടരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതിൽ തെറ്റുണ്ട്, ആ തെറ്റുള്ളത് തിരുത്താനാണ്. അടിവരട്ടതാ തെറ്റുള്ളത് കേട്ടോ. വസബു ഐബുൻ ഒരു ചെറിയ ചെന്നായ ചാടി. അല്ല ഉറൈനിബ് ഉർനൈബ് അർണബ് അല്ലേ മൊയല്, ചെറിയൊരു മൊയല്. അർണബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തസ്ഗീർ എന്താ വരിക? ഉർനൈബ് എന്ന് വരിക. അർണബ് നാലക്ഷരം എങ്ങനെ വരും? പറയൂ. ഉറൈ ജഅഫർ ജുഐഫർ എന്നല്ലല്ലോ പറഞ്ഞു, ജുഐ ഫിരിൻ അല്ലേ? അപ്പോൾ ഉറൈനിബിൻ്റെ മേലേക്ക് ചാടി. ഫഅസ്റഅൽ ഡാഷ് അർനൈബു എന്ന് കൊടുത്തു. അത് തെറ്റാ. അവിടെ എന്ത് വരിക? ഇനി പറയണോ? അർണബിനെ ഉറൈനിബിനാക്കില്ല. അപ്പോൾ ഇവിടെ എന്താ വരിക? ഫസ്റഅൽ ഉറൈനിബു തന്നെ. ഒരുപാടൊന്നും ആലോചിക്കാനുള്ളത്. അർണബിനെ നമ്മൾ ഉറൈനിബിനാക്കി. അപ്പോൾ എടുത്ത് ചാടിയപ്പോൾ മുയലും എന്ത് ചെയ്തു? പെട്ടെന്ന് എടുത്ത് ഓടിപ്പോയി അവിടുന്ന്. ഇല്ല ഹുഫൈറത്തിൻ ഒരു കുഴിയിലേക്ക്. മുറൈഹാൽ മിർഹാൽ എന്ന് വരിക കേട്ടോ. മിർഹാലിൻ്റെ തസ്ഗീറാണ് വരിക.
അപ്പോൾ എന്താ മിർഹാദ് തസീർ എന്താ വരിക ശരിക്ക്? അവസാനത്തിന് മുമ്പുള്ളത് നാലാമത്തെ അക്ഷരം അലിഫാണ്. അപ്പോൾ എന്താ വരും? മുറൈഹാദ് എന്നാ വരിക? ഖിയാസ് അനുസരിച്ച് അങ്ങനെ വരിക. മുറൈഹീലിൻ. വഖ്തഫ അങ്ങനെ വിളിച്ചിരുന്നു. ആബദ് ഐബു ചെന്നായ മടങ്ങിപ്പോയി. ഖായിബൻ ഇല മുസൈക്കിനി അതിൻ്റെ കൂട്ടിലേക്ക് മടങ്ങിപ്പോയി. കഴിഞ്ഞു. 2 ക്ലാസ്സും കൂടി അത് കഴിഞ്ഞിട്ട് നമുക്ക് പരീക്ഷ ആക്കാം. ഈ മാസം പരീക്ഷ നടത്തേണ്ടതായിരുന്നു. നമുക്കൊന്ന് തീർന്നിട്ട് അല്ലേ കഴിഞ്ഞിട്ടാക്കല്ലേ സെലക്ഷൻ തരും. ഒരു നിശ്ചിത ഏരിയ ഞാൻ പറയാം, അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക ഇൻഷാ അല്ലാഹ്.